Hi friends, ഇന്ന് നമ്മൾ r15ന്റെ ഡിസ്ക് ബേഡ് മാറ്റാൻ പോവാണ്. ഫ്രണ്ട് ഡിസ്ക് ബേഡ് മാറ്റുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ മാറ്റാമെന്നുള്ളത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ബോൾട്ട് കഴിച്ചെടുക്കണം. അപ്പോൾ കാലിപ്പർ ഇങ്ങോട്ട് വരും. അത് കഴിച്ചാൽ അങ്ങനെ കഴിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കതങ്ങനെ കഴിക്കുന്നത് നോക്കാം. അതിന് വേണ്ടത് 12ന്റെ സ്പാൻഡർ വേണം. അല്ലെങ്കിൽ സോക്കറ്റ് ആയാലും കുഴപ്പമില്ല, റിംഗ് സ്പാൻഡർ ആയാലും സോക്കറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ബോൾട്ട് കഴിച്ചെടുക്കണം നമ്മൾ. രണ്ട് ബോൾട്ട് ഉണ്ടാവും, രണ്ടെണ്ണം കഴിച്ചെടുക്കുക. അതൊന്ന് കഴിച്ചെടുത്താൽ കാലിപ്പർ ഫ്രീ ആയി. ബോൾട്ട് കഴിച്ചതിന് ശേഷം അത് തട്ടി മെല്ലെ ടൈറ്റാണ്, തട്ടി അങ്ങോട്ട് വരും. ഇതാണിപ്പോൾ ഇതിൻ്റെ അവസ്ഥ. കാലിപ്പർ ഊരിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പിന്ന് ഊരിയെടുക്കണം. എന്നാലേ ഇതിങ്ങോട്ട് കിട്ടുള്ളൂ. പിന്നെ ഊരിയെടുത്ത് പിന്നെ പോക്കരുത്, പിന്നെ എല്ലാം വെക്കുക. പിന്നെ പോയാലും പണിയായിരിക്കും. പിന്നെ വേറെ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ കളയാണ്ട് നോക്കുക. ആ പിന്ന് കഴിച്ച് അതിൻ്റെ അടിയിലും അതേമാതിരി തന്നെ പിന്നുണ്ടാവും, തൊട്ടടിയിൽ. അതും ഊരിയെടുക്കുക. എന്നിട്ട് ഈ പിന്ന് നല്ല തട്ടി ആ സൈഡിൽ കൂടെ കൊണ്ട് എടുക്കുക. ഒക്കെ ക്ലീൻ ചെയ്യണം. ഒന്ന് റെസ്റ്റ് പിടിച്ചിന് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ശേഷം ഇത് ഊരാൻ കിട്ടുള്ളൂ. എന്താണ് ഇതിൻ്റെ അവസ്ഥ? അങ്ങനെ ആയിന് മറ്റേ മോശമായിരിക്കുന്നതിൻ്റെ. ഇതൊരു സൈഡാണ്. അടുത്ത സൈഡിൻ്റെ മുകളിൽ നിന്നാണ് ഇത് ഊരിപ്പോകുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നിന്ന് കടന്ന് പോന്നിക്കുന്നു. നമ്മൾ പിന്നെ ഊരിയെടുത്ത് ബ്രേക്ക് പാഡ് ഊരിയെടുത്തിന്. അതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ കഴിച്ച് നല്ല ക്ലീൻ ചെയ്യുക. അതേമാതിരി തന്നെ ഇവിടെയൊക്കെ ഗ്രീസ് ഇട്ട് കൊടുക്കണം. രണ്ട് ഭാഗത്ത് ഗ്രീസ് ഇട്ട് കൊടുത്തിട്ട് പുതിയ ബ്രേക്ക് പാഡ് വെക്കാം നമുക്ക്. ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ജസ്റ്റ് മറ്റേ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് സാൻഡ് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരിച്ചിട്ട് ക്ലീൻ ചെയ്യുക. ഒരു പിസ്റ്റണ് താഴത്തേക്ക് ആക്കണം, മാക്സിമം താഴത്തേക്ക് ആക്കണം പിസ്റ്റൺ. അതിന് പഴയ ബ്രേക്ക് പാഡ് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. മാക്സിമം താന്ന് വരുന്നുണ്ട്. ഇതേമാതിരി ചെയ്താൽ മതി. സിമ്പിളാണ്. ഉണ്ടാവും താന്ന് നിൽക്കുന്നു.
നമുക്ക് ഇതൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ആയിരിക്കുന്നു. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതേമാതിരി ക്ലീനായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. മറന്നു പോയത് എന്തായാലും ഇതിൻ്റെ മുകളിൽ ഗ്രീസ് തേച്ച് കൊടുക്കുന്നത്, ഗ്രീസ് വെള്ളം തേച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിൽ കുറച്ച് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് അരിഞ്ഞ് വെക്കുക. അതേമാതിരി ഇതിൽ മുകളിലുള്ള ഇതിൽ കുറച്ച് വെക്കുക. ഇത് ഇൻസേർട്ട് ചെയ്യുക. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി, വേറൊന്നുമില്ല. പുറത്തേക്ക് എടുക്കുന്ന ഗ്രീസുമല്ല നമുക്ക് ഇവിടെ എടുക്കാൻ കഴിയുന്നുണ്ട് എടുക്കുക. ബ്രേക്ക് പേരിൻ്റെ മുകളിൽ ഗ്രീസ് ആവേണ്ട നോക്കുക. പുറന്നുള്ള ഗ്രീസൊക്കെ എടുത്ത് ഒഴിവാക്കാം. ഇതാണ് പുതിയ ബ്രേക്ക് പാഡ്. നിക്കാവി എന്ന് പറഞ്ഞ കമ്പനിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കമ്പനിയാണ്. ഒരു പീസിന് ഏകദേശം 200 രൂപയുടെ അടുത്തുള്ളൂ. 180 അങ്ങനെ 190 അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. വേറെ ഇങ്ങനെ വെച്ചതിന് ശേഷം വെച്ചതിന് ശേഷം ഈ പിന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ ഇടുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ എടുത്ത പിന്ന്
അതേമാതിരി തന്നെ അതിൽ ഇൻസേർട്ട് ചെയ്യുക. അതേമാതിരി തന്നെ മുകളിലുണ്ടാവും. ഇത്ര ഉള്ളത് പരിപാടി. ഇനി നമുക്കിതിലേക്ക് ഡിസ്കൊക്കെ തുടയ്ക്കുക, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. ബോൾട്ട് ഇടുക, ബോൾട്ടിട്ട് ടൈറ്റ് ആക്കുക. ഇത്രേ ഉള്ളൂ ഡിസ്ക് പാഡ് മാറ്റുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്.